അമേരിക്കയിൽ വീണ്ടും ആഞ്ഞടിച്ച് ശക്തമായ കൊടുങ്കാറ്റ്. യുഎസിലെ 4 സംസ്ഥാനങ്ങളിലാണ് വീണ്ടും ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത്. ചുഴലിക്കാറ്റിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ 36 പേർ മരിച്ചതായി റിപ്പോർട്ടുണ്ട്. മിസ്റ്റോറി, ആർക്കൻസാസ്, ടെക്സസ്, ഒക്ലഹോമ എന്നിവിടങ്ങളിലാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. മിസോറിയിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ രേഖപ്പെടുത്തിയത്. 14 മരണമാണ് ഇവിടെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. തെക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലാകെ കോടികളുടെ നാശനഷ്ടമുണ്ടായെന്നാണ് വ്യക്തമാകുന്നത്. 7 സംസ്ഥാനങ്ങളിലെ വൈദ്യുതി ബന്ധം ചുഴലിക്കാറ്റ് താറുമാറാക്കിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചെങ്കിലും വിവിധ നഗരങ്ങൾ ഇപ്പോഴും ഇരുട്ടിലാണെന്നാണ് വിവരം. 26 ചുഴലിക്കാറ്റുകൾ രൂപപ്പെട്ടുവെന്നാണ് വിവരം. എന്നാൽ ഇവയൊന്നും നിലം തൊട്ടതായും സ്ഥിരീകരണമില്ല. ടെക്സസിൽ പൊടിക്കാറ്റിനെ തുടർന്നുണ്ടായ കാർ അപകടത്തിലെ 3 മരണം ഉൾപ്പെടെ 20 പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ. കാൻസാസിൽ 50-ലധികം വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 8 പേരും മരിച്ചു. ചുഴലിക്കാറ്റിൽ 27 പേരുടെ മരണമാണ് ഇതുവരെ രേഖപ്പെടുത്തിയത്. മിസോറിയിൽ പലയിടത്തും ഇനിയും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ടില്ല. സാധാരണ നിലയിലേക്ക് എത്തുന്നതുവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചുഴലിക്കാറ്റ് 100-ലധികം കാട്ടുതീകൾക്ക് കാരണമായതായും റിപ്പോർട്ടുണ്ട്. വരണ്ട കാറ്റ് കാട്ടുതീ വേഗത്തിൽ പടരുന്നതിന് കാരണമായി. മിനസോട്ടയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലും സൗത്ത് ഡക്കോട്ടയുടെ കിഴക്കൻ ഭാഗങ്ങളിലും തീപിടുത്തമുണ്ടായതായി ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ചുഴലിക്കാറ്റിനെയും കാട്ടുതീയെയും തുടർന്ന് 300-ലധികം വീടുകൾക്കാണ് കേടുപാട് സംഭവിച്ചത്. നാശനഷ്ടത്തിന്റെ വ്യാപ്തി വ്യക്തമല്ല. വരണ്ട കാറ്റ് കൂടുതൽ നാശനഷ്ടങ്ങൾ വിതയ്ക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ശനിയാഴ്ച വൈകിട്ട് മുതൽ കാലാവസ്ഥ മോശമാണ്. ആർക്കൻസാസ്, ജോർജിയ എന്നിവിടങ്ങളിൽ ഗവർണർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഒക്ലഹോമയിൽ 689 ചതുരശ്ര കിലോമീറ്റർ ഭൂമി കത്തിനശിച്ചു എന്നാണ് വിവരം.